വേണോ തിന്ന്? ഗുഡ്. അങ്ങനെ തിന്നുണ്ട്. ഇഷാൻ വാലി വായ അടച്ചിട്ട് എന്നെ തിന്നാൻ കാണിച്ചേ. വായ അടയ്ക്കേ. ആ തുറക്കട്ടാ. തുറന്നു കഴിഞ്ഞാ പശു. വായ അടയ്ക്കേ, എന്നിട്ട് ചവയ്ക്കേ. വായ അടച്ചിട്ട് ചവയ്ക്കേ. ആ ചവയ്ക്കേ. പല്ല് കാണാൻ പാടില്ല. പല്ല് കണ്ട അങ്ങനെയല്ല. എല്ലാവരും ചുണ്ടടയ്ക്കും. എവരിബഡി ക്ലോസ് യുവർ ലിപ്സ്. ഗുഡ്. അവിടെ പോയിരിക്കുക. നെക്സ്റ്റ് ഗോവിന്ദ് സിംഗ് ബാട്ടി. നമ്മള് ആഹാരം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടുവോ ഇല്ലയോ? നോ. സോ നോ പറ. വെള്ളം കുടിക്കാൻ പാടുവോ? So whenever we are having food, in between the food you should not drink water, right Biyani? When you are eating food, never drink water. Before food, never drink water. Water should be only be had once you finish your lunch, dinner or breakfast. മനസ്സിലായോ ബിയാനി? അടി കുടിക്കാൻ പാടില്ല. ഗുഡ്, വെരി ഗുഡ്. ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ആരാ പറഞ്ഞത്? ജോർജ് കഴിഞ്ഞു. താനിയ. താനിയ ടിഫിനിൽ എപ്പോഴും എന്താ കൊണ്ടുവരിക? അങ്കിൾ എപ്പോഴും കാണാറുണ്ട് താനിയ ഒരു സാധനം കൊണ്ടുവരും. അതിന്റെ പേരെന്താണ്? താനിയ എപ്പോഴും കൊണ്ടുവരില്ല. അങ്കിൾ പറയില്ലേ എന്താ അതിന്റെ പേര്? ആ എല്ലാവരും സപ്പോർട്ട്. കറക്റ്റ് ആൻസർ. കോഴിമുട്ട. കോഴിമുട്ടതാണ്. അത് നീ മുട്ടയാണ്. കോഴിമുട്ട. അപ്പൊ കോഴിമുട്ട. എല്ലാവരുടെ കയ്യിൽ കോഴിമുട്ട തന്നു കഴിഞ്ഞാല് നിങ്ങൾ കോഴിമുട്ട എങ്ങനെ തിന്നുക? അങ്ങനെ തിന്നുവോ? അല്ല, കുറച്ച് കുറച്ച് മെല്ലെ മെല്ലെ തിന്നോ? നീ അങ്ങനെ തിന്നുക കോഴിമുട്ട? കുറച്ച് കുറച്ച്. എങ്ങനെ തിന്നാ താനിയ? കുറച്ച് കുറച്ച്. സോ when you are eating egg, you have to eat slowly. ഈ ലഡ്ഡു, അതുമാതിരി ഗുലാബ് ജാമുൻ, വലിയ വലിയ സാധനം, അത് ഗോവിന്ദ് വരി. ഗോവിന്ദ് വെജിറ്റേറിയൻ ആ മുട്ടയും തിന്നില്ല അല്ലേ? ഗോവിന്ദ് വെജിറ്റേറിയൻ. ഗുഡ്. അപ്പൊ മുട്ട ഒന്നിച്ച് വായിലിടാൻ പാടില്ല, കുറച്ച് കുറച്ചിടണം. അദ്വിക്. നമ്മള് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ കഴിക്കുന്ന സമയത്ത് when you are having your breakfast, when you are having your lunch, when you are having your dinner, നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ല. സംസാരിച്ചു കഴിഞ്ഞാൽ എന്താവും? തൊണ്ടയില് പടും. തൊണ്ടയില്. വെരി ഗുഡ്. എവരിബഡി ക്ലാപ്പ് ഫോർ അദ്വൈത്. കറക്റ്റ്. നമ്മള് മാവ് തിന്നുന്ന സമയത്ത് ടീച്ചർ അതാണ് തൊണ്ടി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് വെറും ഫുഡ് കഴിക്കാൻ പാടില്ല. ഞാൻ ആരാ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടുന്നു? ആ ഡാൻസ് കളിക്കാൻ പാടില്ല. ആ ഓക്കെ. അതേമാതിരി തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബാത്റൂമിൽ പോവാൻ പാടില്ല. അപ്പൊ ബാത്റൂമിൽ വന്ന് എന്ത് ചെയ്യും? പാൻറ് ചെയ്യോ? പിന്നെന്ത് ചെയ്യോ? അപ്പൊ ജോർജിന് ഇപ്പോ കഴിച്ചോണ്ടിരിക്കുമ്പോ ബാത്റൂമിൽ പോണം. എന്ത് ചെയ്യും ജോർജ്? അപ്പൊ എന്താ ചെയ്യ? വല്ലാത്ത ബാത്റൂം പൊട്ടി. മാമു ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ അതാ കൂടി ഇങ്ങനെ ഇത് പോണ കാണാം വെള്ളം. പാൻറിൽ മൂത്രം അങ്ങനെ ചെയ്യോ? വല്ലാതെ മൂത്രമൊഴിക്കാൻ പറ്റിക്കഴിഞ്ഞാ ക്ലാസ്സിലോ? വെരി ഗുഡ്. എല്ലാവരും സപ്പോർട്ട് ജോർജിന്. ഭൂമിക അവിടെ. നമ്മള് ഉണ്ണുമ്പോ ചിക്കൻ ഉണ്ടാവും അതില്, അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാവും. അപ്പൊ ചിക്കന്റെ എല്ലില്ലേ, എല്ലിനെ എങ്ങനെ എടുക്കുക? നമ്മള് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കില്ലേ? ഇങ്ങനെ എങ്ങനെ പിടിക്കും? എല്ലിനെ പിടിച്ചിട്ട് വായിൽ വെക്കും. തൊണ്ട എങ്ങനെ അടിയാ? ഇങ്ങനെ ചിക്കൻ കടിക്കാൻ വെക്കില്ല വായില്. എന്നിട്ട് എന്ത് ചെയ്യും? ചിക്കൻ കട്ടിയില്ല അങ്ങനെ. പക്ഷെ ചിക്കൻ വലിക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ആദ്യ നയനികളെ മൂഞ്ചി വന്ന് വീഴും ചിക്കൻ. അപ്പോ ചിക്കൻ കഴിക്കുന്ന സമയത്ത് അവിടെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ വായിൽ വെച്ചിട്ട് മെല്ലെ ചവയ്ക്കണം. ഒരിക്കൽ ചവച്ച് കഴിഞ്ഞാൽ എന്താവും? നേരിട്ട് ചിക്കന്റെ എല്ല് എന്റെ കയ്യിലുണ്ടാവും, മറ്റേത് ചിലപ്പോ ഋത്വികയുടെ മൂഞ്ചിയിലായിരിക്കും. മെല്ലെ ചിക്കൻ എങ്ങനെ തിന്നുണ്ട്?
മില്ലു മെല്ലെ റൈറ്റ് മൂവി എങ്ങനെ കാണിച്ചാൽ കേൾക്കുന്നത് മെല്ലെ എന്നിട്ട് വായ അടിച്ചതില്ല ഞാൻ അടിക്കുക ഗുഡ് നെക്സ്റ്റ് ആണ് അവര് ഋത്വിക ദൈവം എല്ലാവർക്കും പല്ല് തന്നിട്ടുണ്ട് എല്ലാവർക്കും എന്താ തന്നിരിക്കുന്നത് ദൈവം പല്ല് എല്ലാവർക്കും ഇവിടെ പല്ലില്ലാത്ത വല്ലതും ഉണ്ടോ പല്ലില്ലാത്തത് ഞാൻ പല്ലുണ്ടോ മില്ലനാണോ മില്ലൻ പല്ലുണ്ട് പല്ല് കാണിച്ചാ മില്ലൻ ഈ കാണിക്കേ ഈ അതാ പല്ലുണ്ട് മില്ലന് 4 പല്ലുണ്ട് എല്ലാവർക്കും പല്ലുണ്ടോ അപ്പൊ ഋത്വിക്ക് പല്ലുണ്ടോ അപ്പൊ ഈ പല്ല് ദൈവം എന്തിനാ തന്നിരിക്കണം നമുക്ക് കഴിക്കാൻ എങ്ങനെ കഴിക്കാനാ അല്ല എല്ലാവരും സപ്പോർട്ട് പാനിക്ക് വേണ്ടിട്ട് ചവയ്ക്കാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് എന്താ പറയാ chewing അപ്പൊ വല്ലതും വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മെഴുകാൻ പാടില്ല നമ്മൾ എന്താ ചെയ്യാതെ ചവച്ചിട്ട് തിന്നണം ചവച്ച് തിന്നു കഴിഞ്ഞാൽ എന്താവും ഡൈജസ്റ്റ് ആവും ദഹിക്കും ചവയ്ക്കാണ്ട് ഇറക്കി എന്താവും വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻഡൈജഷൻ ആയി കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവും വയറ് ഗുഡ് എല്ലാവർക്കും അടുത്തത് ധൻവിക് ഓ ശരി നമ്മൾ മാമ ഉണ്ട ശേഷം റൈറ്റ് മാമ ഉണ്ട ശേഷം നമ്മൾ ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കില്ലേ മാമു ഏത് കൈയുണ്ട് നമ്മൾ ഉണ്ണണത് റൈറ്റ് ഹാൻഡ് ഉണ്ട് ഇതുകൊണ്ട് റൈറ്റ് ഗുഡ് അപ്പൊ മാമു ഉണ്ട ശേഷം നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കില്ലേ അപ്പൊ നമ്മൾ മാമു ഉണ്ട് ഈ കൈയുണ്ട് ഈ കയ്യിൽ നമ്മൾ ഗ്ലാസ് പിടിച്ചാൽ എന്താവും കയ്യില് ചോറ് തൈര് സാമ്പാർ അതൊക്കെ എന്താവും ഗ്ലാസ്സിലാണ് അപ്പൊ നമ്മൾ ഏത് കൈയാ യൂസ് ചെയ്യേണ്ട ഗ്ലാസ് പിക്കപ്പ് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഇതുകൊണ്ട് ഇങ്ങനെ മാമു കഴിച്ച ശേഷം വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാ ചെയ്യുക ഇതുകൊണ്ട് ഗ്ലാസ് എടുക്കണ്ട അപ്പൊ ഇത് ഈ കൈ കൊണ്ടാണ് ഗ്ലാസ് എടുത്ത് കുടിക്കുക ഇത് മാമു ഉണ്ണാൻ ഇത് വെള്ളം കുടിക്കാൻ വെള്ളം അങ്ങനെ കുടിക്കാൻ ഗ്ലാസ് പിടിച്ചിട്ടില്ല വെരി ഗുഡ് അപ്പോ എല്ലാവരും ധന്വിക്കും തപ്പോട്ടുക നെക്സ്റ്റ് എന്താ സന്തോഷം ധന്വിക്കിന് വേണ്ടിട്ടാണ് വില്ലു മാമു ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പ്ലേറ്റ് ഉണ്ടാവും റൈറ്റ് നമ്മൾ ചിലപ്പോ ഇവിടെ ടവലിടും ഇവിടെ ടവല് കിട്ടില്ല നമ്മള് ഇവിടെ എന്തിനാ നമ്മൾ ടവല് കിട്ടുക വെരി ഗുഡ് ഒരു കൈ കൊടുക്ക് നമ്മുടെ വിഹാനി നിധി പറഞ്ഞില്ല നീ കേട്ടില്ല വേറെ പറഞ്ഞു കൊടുക്കുക എന്തിനാ ടവല് കിട്ടുക നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ വായിന്ന് വല്ലതും വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അത് കെട്ടുക അല്ലെങ്കിൽ എന്താവും നമ്മുടെ ഡ്രസ്സ് കേട് വരും വൈറ്റ് ഷർട്ടിലൊക്കെ ആവില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ കെട്ടും റൈറ്റ് ഗുഡ് അത് കഴിഞ്ഞ ശേഷം ചിലവര് ചോറുണ്ണുമ്പോ അവരുടെ ചോട്ടിൽ വീഴില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലവർ എന്ത് ചെയ്യും മാമു ഉണ്ണുമ്പോ പ്ലേറ്റിൽ മാത്രം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അവിടെ ഇവിടെ ഉണ്ടാവില്ല ചിലവർ മാമു കഴിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചോട്ടിലൊക്കെ ചോറ് കാലില് ചോട്ടില് ടേബിളില് നിലത്ത് കണ്ടിട്ടുണ്ടോ what they do they don't eat properly they will അപ്പൊ എന്താണ് പറഞ്ഞ താനിയ നമ്മൾ ചോറ് കഴിക്കുമ്പോ മെല്ലെ കഴിക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോറ് എടുക്കുമ്പോ കുറച്ച് ചോറ് എടുത്തു കഴിഞ്ഞാൽ ആ ചോറ് നിങ്ങളുടെ വായ എത്ര തുറക്കാൻ പറ്റുക എത്ര തുറക്കുക വായ ചോറുണ്ണുമ്പോ ഇങ്ങനെ തുറക്കില്ലല്ലോ ഇത്ര തുറക്കുള്ളൂ അപ്പൊ അത്ര ചോറ് കയ്യിലെടുത്താൽ മതി ആ ചോറ് എടുത്തിട്ട് വായ ഇട്ടാൽ മതി റൈറ്റ് ഇപ്പൊ വായ ഇത്രയേ ഉള്ളൂ ചോറ് ഇത്ര എടുത്തു അപ്പൊ വായിന്റെ ഉള്ളിൽ കുറച്ച് ചോറ് പോവും മറ്റേ ചോറൊക്കെ അവിടെ വീഴും ജനലി ചോട്ടില് ഇതാ മറ്റേ ചോറൊക്കെ അവിടെ വീഴും നമ്മുടെ വായി ചെറുതല്ലേ എന്നെ കൊണ്ട് ഞാൻ തോറ്റു മുട്ടയെ അപ്പോ നമ്മുടെ വായി ചെറുതല്ലേ അത് കാരണം അങ്കിൾ പറഞ്ഞത് യു ഷുഡ് പിക്ക് അപ്പ് ലെസ് എമൗണ്ട് ഓഫ് റൈസ് ഓർ ചോറ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായ തുറക്കാൻ പറ്റില്ല അപ്പൊ
അപ്പൊ കൂടുതൽ ചോറ് കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കുറച്ച് വായിനുള്ളിൽ പോകും, ബാക്കിയൊക്കെ എന്താവും നമ്മുടെ ഡ്രസ്സില്, നമ്മുടെ ചോട്ടില്, ടേബിളില്, അവിടെയൊക്കെ വീഴും. അതാണ് ഈ വീണത്. കറക്റ്റ്. അപ്പൊ കറക്റ്റ് കുറച്ച് ചോറ് എടുത്തത് നമുക്ക് കഴിക്കാൻ പറ്റും. റൈറ്റ്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോ അവിടെ എവിടെയൊക്കെ ചോറ് ആക്കാൻ പാടുവോ ഓർ ആക്കാൻ പാടില്ലയോ? വെരി ഗുഡ്. യു ഷുഡ് നോട്ട് അവിടെ എവിടെയും ചോറ് ചോട്ടില്